ഈ ആഴ്ച നമുക്ക് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ അക്യുമിനിസിൻ്റെ കോംബോയും അതേപോലെ കലേഡിയത്തിൻ്റെ കോംബോയും ആയിരുന്നു. ഈ കാണുന്നത് അക്യുമിനിസിൻ്റെ കോംബോയാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്തു കേട്ടോ. ആദ്യം ഓർഡർ ചെയ്ത കുറേ പേർക്കാണ് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്തേക്കണത്. ഇനിയും കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. അത് നമ്മൾ വരുന്ന ആഴ്ചകളിലായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് കോംബോ ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അക്യുമിനസിൻ്റെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും അതിൽ വരുന്നത്. അതേപോലെ ട്യൂബ്രോസ് ബിഗോണിയും കുറേ കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാൻസ് വാങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ DTDCയുടെ ട്രാക്കിംഗ് അയച്ചു തരുമ്പോൾ നിങ്ങൾ നാളെ മുതലൊന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചില DTDC ഓഫീസിൽ അവർ ചില സമയത്ത് വിളിക്കത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കണം. ഔട്ട് ഫോർ ഡെലിവറി കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കോൾ എടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പ്ലാൻസൊക്കെ എല്ലാവരും നന്നായിട്ട് നടുക. അതേപോലെ പ്ലാൻസ് കിട്ടുമ്പോൾ മാക്സിമം നമുക്ക് ഫോട്ടോസ് അയച്ചു തരിക. ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമായിട്ടും എടുക്കണം. പിന്നെ നമ്മൾ കൂടുതലും പേപ്പർ പാക്കിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ ചില പ്ലാൻസിൽ ഇപ്പോൾ അക്യുമിനസ് കലേഡിയം പോലെയുള്ള പ്ലാൻസിനൊക്കെ നമ്മൾ നമ്മുടെ കൊറിഗേറ്റഡ് ഷീറ്റിൻ്റെ പാക്കിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അയക്കാത്ത കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് നമ്മൾ നാളെ ചൊവ്വാഴ്ചയായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇന്ന് കൂടുതൽ നമ്മൾ ഔട്ട്സൈഡ് കേരളയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് അയച്ചിരിക്കുന്നത്. ഈ ഓർഡേഴ്സ് കൂടുതലും ഔട്ട്സൈഡ് കേരളയാണ്. കേരളത്തിലേക്ക് നമ്മൾ കുറച്ച് അയച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി വരുന്ന ഓർഡേഴ്സ്, നമുക്ക് കേരളത്തിനകത്തേക്കുള്ള ബാക്കി വരുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് നമ്മൾ നാളെ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സ് ഇന്ന് DTDCയുടെ സ്ലിപ്പ് കിട്ടാത്ത കസ്റ്റമേഴ്സിന് നാളെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിപ്പ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്ലിപ്പ് കിട്ടുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും നാളെ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. ഡിലേ വരുത്താണ്ട് നമ്മുടെ പ്ലാൻസിനെ കളക്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നമ്മൾ ബോക്സിൽ ഇങ്ങനെ അയക്കുന്നതല്ലേ, അപ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്ന് കോൾ വരുമ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ പോയിട്ട് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്.